സമയത്ത് എല്ലാ കളറുകളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങൾ പല പല കളറിൽ കിട്ടും, പല പല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം പച്ച കളറായിരുന്നു ഗൈസ്, അതിൽ ഞാൻ 8 നിലയിൽ ഞാൻ പൊട്ടി. ഞാൻ സാധനമായിരുന്നു ഷാമി വാങ്ങിയത്. ഞാൻ 36 തോന്നുന്നു, 36, 32 അങ്ങനെ എത്ര സാധനങ്ങളുണ്ടായിരുന്നു. എന്തായാലും 5 ആണ് കഴിഞ്ഞ പ്രാവശ്യം വിന്നർ ആയത്. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ആയിട്ട് അത് ചെയ്തതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള ഏകദേശം അറിയാം. കൃത്യമായിട്ട് അറിയാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെ ഉണക്ക് വാങ്ങിയില്ലെങ്കിൽ ഇവര് അതിലും കൂടുതൽ വാങ്ങും. അപ്പൊ ഞാൻ അതിലും കൂടുതൽ വാങ്ങണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെ ഫാൻസി സാധനങ്ങൾ തപ്പി നടന്നു. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഫാൻസി സാധനങ്ങൾ തപ്പി നടക്കൂല. അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം നമ്മള്. അപ്പൊ ഇത്തവണത്തെ കളർ ഏതാന്ന് അറിയണ്ടേ? വെറൈറ്റി കളർ ആയിരിക്കും, വെറൈറ്റി കളറാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊരു കളറാണ് പർപ്പിൾ പിങ്ക്. പിങ്ക്. അപ്പൊ ഇത്തവണത്തെ നിങ്ങളെ കളറ് പിങ്ക്. കഴിഞ്ഞ തവണ എത്രയാണ് ബഡ്ജറ്റ് വന്നേ? 2000 അല്ല, ഇത്തവണ 2000 തന്നെ. പിങ്ക് സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടുതലാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 2000 ഉറുപ്പിന്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും കൂടി ഷെയർ ചെയ്തോ. കഴിഞ്ഞ അപ്പൊ റൂൾസ് ഒന്നും പറഞ്ഞില്ലല്ലോ. 1.5 മണിക്കൂർ സമയം. അപ്പൊ ഷാമി പറഞ്ഞു റൂൾസ്. ഷാമി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഹൈലൈറ്റ് മോൾ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ എത്തുന്നു, അവിടുന്ന് ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. 1.5 മണിക്കൂർ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങി കാറിൽ കയറിയിട്ടുണ്ടാവണം. അതെ, സെയിം സാധനങ്ങൾ വാങ്ങി പോയാൽ ആ സാധനങ്ങളെല്ലാം ഡിസ്ക്വാളിഫൈഡ് ആവും. അതെ, കഴിഞ്ഞ തവണ ഞാനും ശ്രീയും വാങ്ങിയത് ഒന്നോ രണ്ടോ സാധനങ്ങൾ സെയിം ആയി പോയിട്ടുണ്ട്. അത് നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാരും കൂടുതൽ ഡിസ്ക്വാളിഫൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കണ്ണു കാണുന്ന മൊത്തം പക്ഷെ പിങ്കിന്റെ സാധനത്തിന് വില കൂടുതലുമാണ്, അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ പ്രാവശ്യം കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പം കറക്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് തിരിച്ച് കയറിയിട്ടില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും, ഗെയിം ഒന്ന് പുറത്താവും. ഓക്കെ, ഓർമ്മയിലുണ്ടാവണം. ഇറങ്ങിയാലോ? പിങ്ക് കളർ ഒരു വയ്ക്കില്ലേ? ഓൾറെഡി സെറ്റ് ആക്കി. ഏത് വണ്ടിയിലാ മതി? ഇതില് പോവാ. അതിൽ പോവാ. ഞാൻ എന്നിട്ട് അങ്ങോട്ട് വെക്കട്ടെ. ഇനി എന്തെങ്കിലും എടുക്കാൻ ബാക്കിയുണ്ട്. മറ്റേ ഫോൺ എടുക്കണ്ടേ? എന്താ ഇവിടെ നടക്കണത്? അങ്ങനെ കേസ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞു. ഇത്തവണ പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇനി എങ്ങോട്ടാ ഓടണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഇന്നിച്ചോട്ട് ഓടി, ഇപ്രാവശ്യം ഇനി അങ്ങനെ ഓടില്ല. ഇത്തവണ കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ട് എല്ലാവർക്കും. അതെ, കാര്യം കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്ങനെ ചെയ്യണം, എത്ര എടുക്കുമ്പോ എങ്ങനെയാവുന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയി. ഇനി പിന്നെന്താ വെച്ചാൽ മിനിസോല് കൂട്ടിയുള്ള സാധനം കിട്ടും ഉണ്ടാവും, പക്ഷെ പൈസ നമ്മളെ കയ്യിൽ കിട്ടും. ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹീൽസ് ഇട്ടോണ്ട് തന്നെ എനിക്ക് മരയ്ക്ക് ഓടാൻ പറ്റില്ല. ഞാൻ നടന്നത് ഞാൻ കുറെ നിർബന്ധിച്ചു ഹീൽസ് ഇടുന്നത്, പക്ഷെ ഇട്ടില്ല. എന്റെ ബാക്കിൽ ബക്കുള്ളത്, അതുകൊണ്ട് ഓടിക്കഴിഞ്ഞാല് സ്ലിപ്പാവും, അതാണ് പ്രശ്നം. ഇന്റെ ഹീൽസ് ചെറുത് എത്ര ഉള്ളൂ ഗൈസ്, പക്ഷെ അത് കുഴപ്പമില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല പണി കിട്ടിയത് എസ്കലേറ്ററിന്റെ മുകളിലും, പിന്നെ എസ്കലേറ്റർ വർക്ക് ആവാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ പറയാ ഭയങ്കര റഷ് ഉള്ള ഒരു സമയവും കൂടിയായിരുന്നു. അതെ, ഇപ്രാവശ്യം നമ്മൾ ഉച്ചക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. പോയി നോക്കി അറിയാം. ഇപ്പൊ ലഞ്ചിന്റെ ഒക്കെ ടൈമാണ്. ഏകദേശം നമുക്ക് പോയിട്ട് തീരുമാനമാക്കാം ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാനും മറ്റേ കടയിലത്തെ ആളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താന്നറിയില്ല. അങ്ങനെ ഗൈസ് ഞങ്ങള് ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതെ, 1.5 മണിക്കൂർ കളർ പിങ്ക് 1.5 മണിക്കൂർ നമ്മൾ ഇവിടെ ടൈമർ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വണ്ടി ഓഫാക്കാണ്. അയ്യോ, 3, 2, 1 go. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. ഞാൻ നേരെ നടന്ന് ലിഫ്റ്റിലോട്ട് പോവാന്ന് വിചാരിക്കുന്നത്. കാര്യം ലിഫ്റ്റിലോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഇത്തവണ 5 തവണയ്ക്ക് പോയിട്ടുണ്ട്. ഷാമിന്റെ പുറകിലുണ്ട്. ഞാൻ നേരെ ഇപ്പോൾ പോയിട്ടുണ്ട് ഗൈസ്. ലിഫ്റ്റിൽ കയറി നേരം കളയാനില്ല. അപ്പം അതുകൊണ്ട് നേരെ എസ്കലേറ്റർ കയറിയിട്ട് കാര്യമുണ്ടോ? അല്ല, 3rd ഫ്ലോറിലേക്കാണ്. ലിഫ്റ്റ് പോയോ? ലിഫ്റ്റിലല്ലേ? അതാ
പിന്നെ എന്ന് കണ്ടിട്ട് അങ്ങോട്ട് ഓടി ഞാൻ എസ്കലേറ്റർ കയറാന്ന് വിചാരിച്ചു ലിഫ്റ്റ് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ നെസ്റ്റോയിൽ കയറി ഏത് വഴിക്ക് പോയി ഞാൻ കണ്ടില്ല ഗൈസ്. കാരണം ഈ കാറ് ലോക്ക് ചെയ്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. ഫസ്റ്റ് നെസ്റ്റോയിൽ എന്തൊക്കെ എടുക്കാൻ പറ്റും ഇതൊക്കെ എടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഗൈസ്. ഓക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കണം. എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടാണ് ലിഫ്റ്റ് വന്നത്. അതുകൊണ്ട് കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. ശ്രീ ഓട് കേട്ടോ. എനിക്ക് ഒന്ന് സ്കൂൾ മാർട്ടിലോട്ട് തന്നെയാണ് ഇത്. ലിഫ്റ്റിൽ കയറിയിട്ട് എത്ര സമയം പോയത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കൃത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ലിഫ്റ്റിൽ കയറി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷാമി ഇപ്പം എത്തേണ്ടവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെയാണെന്ന് നല്ല തിരക്കുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ എത്ര നേരം ഇപ്പോൾ പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. ഞാനിവിടെ സ്കൂൾ മാളിൻ്റെ അടുത്തുള്ളൊരു കടയിലാട്ടോ. ഇവിടെ പിങ്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മിനീസോ പോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ. ഒരുപാട് പിങ്ക് സാധനങ്ങളുണ്ട്. ഇത് പിങ്കാണ്. എവിടെ കഴിഞ്ഞാൽ എന്തൊക്കെയോ പിങ്കുകളുണ്ട്. നല്ല രസമുണ്ട്. 249 ഗൈസ്. എനിക്ക് പിങ്ക് കളറിലുള്ള കുഞ്ഞു സാധനങ്ങളെ കുറഞ്ഞിടലുണ്ട്. അത് വേണം. ഒന്ന് കിട്ടി പിങ്ക്. 2 പിങ്ക് സാറല്ലേ അത് മതി. ഒരു ട്വൈന് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ടൈപ്പ് ട്വൈന് ഇങ്ങനത്തെ ഗ്ലിറ്റർ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ പിങ്ക് കളറിൽ ഇതാ ഈ ഒരു ബുക്കും ഈ ഒരു പെന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഗൈസ് നമുക്ക് ബഡ്ജറ്റ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പിങ്ക് കളർ എടുക്കാം കേട്ടോ. ഇത് വേറൊരു ഡാർക്ക് കളർ പിങ്ക് ഇല്ലേ, അതാണ് ഗൈസ്. ഇതെടുക്കാം. ഗൈസ് ഇത് എനിക്കിഷ്ടമായി. ഒരു പിങ്ക് കീ ചെയിനാണ് കേട്ടോ. ഇത് 150 റുപ്പീസാണ്. നമുക്ക് എന്തായാലും ഇത് എടുക്കാം. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതെന്താ ഒരു പൗച്ച് 299 വേണ്ട. ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ടിഫിൻ പോലത്തെ എന്തോ സംഭവമാണ്. പക്ഷെ അത് നല്ല വില ഉണ്ടാവും. ഇതും എനിക്കിഷ്ടമായി. ഇതും നല്ല വില ഉണ്ടാവും. ഇത് ഈ ടൈപ്പ് ഇത് എനിക്ക് തോന്നുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്വൈൻ എന്തോ ആണ് അല്ലേ. ഓക്കെ അതെടുത്തു. ഇത് നല്ല വിലയ്ക്കില്ലേ പടച്ചോനെ. എനിക്കൊന്നും വില ഞാൻ നോക്കിയില്ല. 110 ഇപ്പം തൽക്കാലം അടച്ചോ വേണ്ട. 210 സോ എക്സ്പെൻസീവ്. കുഴപ്പമില്ല. ഇങ്ങനത്തെ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ പുറത്തു പോകുന്ന അത് വേണ്ട. ക്ലിപ്പുകൾ നോക്കാം. അടുത്തത് വെറും 40 രൂപയ്ക്ക് പിങ്ക് കളർ ഫയൽ കിട്ടി ഗൈസ്. നെക്സ്റ്റ് ഞാനൊരു പിങ്ക് കളർ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഏത് വഴിക്ക് പോയിട്ട് എനിക്കറിയില്ല ഗൈസ്. ഞാൻ കണ്ടിട്ടേ ഇല്ല ഇറങ്ങിയതിന് ശേഷം. ഇവിടെ നെക്സ്റ്റ് ടൈം എന്തായാലും ഇല്ല കേട്ടോ. ആദ്യം ഞാൻ ചെറിയ സാധനങ്ങളാണ് ഗൈസ് നോക്കുന്നത്. ഈ കട്ടർ, റബ്ബർ, പൗച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് വലിയ സാധനങ്ങൾ വാങ്ങാം. പിങ്ക് കളർ ബലൂൺ ഉണ്ട്. പക്ഷെ ഇതിന് 84 റുപ്യാണ്. അതുകൊണ്ട് നോക്കിയിട്ട് വാങ്ങാം ഗൈസ്. ഇവിടെ ഒരാൾ പണി തുടങ്ങിയിട്ടുണ്ട്. കാര്യമായ പർച്ചേസിങ്ങിലാണല്ലേ. ഞാനുണ്ട് കേട്ടോ. ഞാൻ കയറിയപ്പോഴേ കണ്ടു. പിന്നെ വെച്ച് വെറുതെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നാണ് ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയതും. പക്ഷേ ഇത്തവണ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഈ 149 രൂപേൻ്റെ ഈ ഒരു സാധനം കീച്ചേനാട്ടോ. അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വരുന്ന സമയത്ത് ശ്രീ ഈ ഭാഗത്തായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തല്ലാത്ത അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഇത് വാങ്ങിയാലൊരു 25 രൂപ കേട്ടോ. പോംപോംസ് ഇത് കൈ പിടിക്കാം. ഇത് മറ്റേ ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇടുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. എന്തായാലും ഞാൻ കൈ പിടിക്കുന്നുണ്ട്. ഈ ഒരു സാധനമില്ലേ നമ്മളെ ഇൻസ്റ്റലേഷൻ എന്താ ഇതിന് പറയുക. ഇതിന് 65 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ. 65 രൂപ. ഇത് വേണ്ട. വേറെ തപ്പോ പിങ്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും എടുക്കാൻ പറ്റൂലല്ലോ. അതല്ല പ്രശ്നം ഗൈസ്. പിങ്ക് കളറിലൊരു 4 നമ്പർ ലെറ്റർ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് എത്ര 25 രൂപയുള്ളൂ. അത് മതി. ഇത് പിങ്ക് കളറിലുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ നേടിയൊരു സാധനം കേട്ടോ. ഇത് ഞാൻ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ എല്ലാം എടുക്കും എന്തായാലും. കുഞ്ഞ് പിങ്ക് നെയിൽ കട്ടറാണ്. പക്ഷേ ഇതൊക്കെ ഒരുപാടുണ്ട്. അതിനോട് അത് ഞാൻ ഇത്തവണ എടുക്കുന്നില്ല ഗൈസ്. ഒരു പിങ്ക് ഫ്ലവർ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നുണ്ട്. വേറെ പീസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ എടുത്തു. അടുത്തത് പിങ്കും പേർപ്പിളൊക്കെ ആയിട്ടുള്ള ഒരു കത്രിക വാങ്ങിയിട്ടുണ്ട് ഗൈസ് ഞാൻ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ബോക്സിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിന് 89 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓഫറിൽ കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ ഇതും ഞാൻ എടുത്തു. നെക്സ്റ്റ് ഇത് അല്ലെങ്കിൽ ഇത് വേണ്ട ഗൈസ്. ഇതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് 2-3 സാധനങ്ങൾ വേറെ എടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ബോക്സ് വേറെ, റബ്ബർ വേറെ, ഈ പെൻസിൽ വേറെ, ഇങ്ങനെ വേറെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊറ്റ സാധനം ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കില്ല കേട്ടോ. ഈ കാണുന്ന ക്യൂട്ട് പിങ്ക് കളർ ഷാർപ്പനർ എടുത്തിട്ടുണ്ട് ഗൈസ് ഞാൻ. ഏകദേശം 20 മിനിറ്റിൻ്റെ അടുത്ത് കഴിഞ്ഞു ഗൈസ്. ഞാൻ 1, 2, 3, 4, 5, 5-6 സാധനങ്ങൾ അങ്ങനെ ഇത്ര വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയും തപ്പട്ടെ ഗൈസ്. ഈ നോട്ടിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. 32 രൂപ കേട്ടോ. ഇവിടുത്തെ നേരത്തെ മുന്നേ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന സ്റ്റാഫാട്ടോ. അവരെടുത്ത് തന്നത്. ശ്രീ എടുത്ത സാധനങ്ങളെന്നാൽ ഞാൻ എടുത്ത് പോയിട്ട് പിന്നെ ഡിസ്ക്വാളിഫൈ ആവാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. സാധനങ്ങൾ എടുത്തതിന് കാര്യമില്ലാണ്ടാവും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച്
എന്തെടുക്കണം അങ്ങനെ നോക്കി നടക്കുക കേട്ടോ. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നുണ്ട്. ഈ ക്ലിപ്പിൽ ഏതെങ്കിലും ഒന്ന് എടുക്കായിരുന്നു. ക്ലിപ്പിൽ പിങ്ക് കളറൊന്നുമില്ലേ? ഹായ്, നല്ല കമ്മല്. 220 രൂപ ഈ കമ്മലിന് വേണ്ട. കഴിഞ്ഞ തവണ ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇതാ പിങ്ക് കളറാണ്, പേസ്റ്റൽ പിങ്ക് ആണ്. ഇതൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ റിബൺ എടുക്കാം. ഈ റിബണിന് 30 രൂപ കേട്ടോ. പ്രിന്റഡ് റിബൺ ലേസ് 20 രൂപയുള്ളൂ. ഇനി 20 രൂപ എന്നുള്ളൂ ഗൈസ്. 20 രൂപ എന്നാണ് ഇതിൻ്റെ മുകളിലുള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാം. എനിക്കിനി 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളേ. മാത്രമല്ല അത്ര സമയമുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാൻ തോന്നുന്നില്ല. എനിക്ക് ശ്രീ എടുത്തിട്ടുണ്ടാവും എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വല്ല നെസ്റ്റോലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കാമെന്ന്. ഗൈസ്, പിങ്ക് സ്റ്റിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ്, വേറെ പീസും ഇല്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ഇത് മറ്റേ മെഴുക് വാക്സ് ആണെന്ന് തോന്നുന്നു. വാക്സ് പിങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ്, പിങ്ക് ക്രേപ്പ് പേപ്പർ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഏതൊരു ക്രാഫ്റ്റിനുള്ള എന്തൊരു സാധനമാണ്. എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ വീട്ടിൽ പോയിട്ട് നോക്കാം. ഈ പിങ്ക് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എടുത്ത സാധനങ്ങളുടെ ബഡ്ജറ്റ് ഞാൻ നോക്കിയിട്ടില്ല. മാക്സിമം കുറഞ്ഞ വിലേൻ്റെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഹായ്, ഒരു പിങ്ക് ID കാർഡിൻ്റെ ഒരു സംഭവം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല ഉണുക്കുണുക്ക് സാധനങ്ങളാണ് കിട്ടുന്നത്. പിങ്ക് കളറ് വൈറ്റ്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തു. ഇതിന് എത്രയാണ് പ്രൈസ് എന്തെങ്കിലും ആവട്ടെ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. 35 രൂപയാണ്. അത് ഞാൻ എടുത്തു. അടുത്തത് പിങ്ക് കളറിൽ ബുക്ക് റാപ്പ് ചെയ്യുന്ന പേപ്പർ എടുത്തിട്ടുണ്ട് കഴിച്ച് ഞാൻ. നെക്സ്റ്റ് ഇതായി ഒരു പിങ്ക് കളർ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിന് 29 രൂപയുള്ളത്. നെക്സ്റ്റ് ഞാൻ 10 രൂപേൻ്റെ പിങ്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വില നോക്കിയിട്ടാട്ടോ എടുക്കുന്നത്, കാരണം കുറേ സാധനങ്ങൾ വാങ്ങണ്ടേ. അപ്പം ഞാൻ വില നോക്കിയിട്ടാണ് എടുക്കുന്നത്. അടുത്തത് ഈ പിങ്ക് കളർ വേഫർ റോൾ എടുക്കാം. എല്ലാവരും എൻ്റെ കാർട്ടിലേക്ക് നോക്കുന്നത് ഗൈസ്. ഫുള്ള് പിങ്ക് കളർ സാധനങ്ങളായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഫുൾ പിങ്ക്. ഒരു പിങ്ക് കളർ ബ്രഷ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഏതായാലും എനിക്കൊരു ബ്രഷ് പുതിയ വാങ്ങണ്ടേ, അതുകൊണ്ട് ഈ ഒരു പിങ്ക് കളർ ബ്രഷ് എടുത്തു. ഗൈസ്, ഈ ഒരു സ്പോഞ്ച് നോക്കിയതാട്ടോ, പക്ഷേ ഇതിന് ഒരു സ്പോഞ്ചിന് 50 രൂപ. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ ഈ നടന്ന സ്ഥലത്ത് കൂടെ തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ശ്രീ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്ക് തിരിഞ്ഞിട്ടാട്ടോ പോകുന്നത്. കാര്യം സാധനങ്ങൾ കാണാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ അങ്ങോട്ട് നോക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാനിത് ഈ ഒരു റബ്ബർ എടുത്തിട്ടുണ്ട്. ഇതിന് 2 രൂപയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം തരുമെന്ന് നോക്കാൻ പറ്റും. ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം ഗൈസ്. അതായിരിക്കും നന്നാവുക. അല്ലാതെ എനിക്കിവിടെ അങ്ങനെ എനിക്ക് സാധനങ്ങൾ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുക. നമുക്കൊരു പിങ്ക് ഈ പെയിൻറ്റും കൂടെ എടുക്കാം കേട്ടോ. ഞാനാകെ ഇവിടുന്ന് എത്ര സാധനം എടുത്തിട്ടുള്ളൂ ഗൈസ്. പിങ്ക് കളർ പെൻസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തു. പിങ്ക് ഷാർപ്നർ, ഇതൊക്കെ ഇഷ്ടമായി. ഗൈസ്, പിങ്ക് ഇറേസർ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ്, പിങ്ക് കീ ചെയിൻ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിന് ഈ ഒരു സെറ്റിന് 25 രൂപയാണ്. അപ്പോൾ ഇതും ഞാൻ എടുത്തു. ഇതെന്താ ഫോട്ടോ വെക്കുന്ന കുഞ്ഞു സാധനം, ഇത് പിങ്ക്, ഇത് ഞാൻ എടുത്തു. ഗൈസ്, 89 രൂപയുടെ ഒരു കുഞ്ഞ് ഇത് എന്താ പറയുക ബോക്സ്, പെൻസിൽ ബോക്സ് ആണ്. 89 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ഇത്തവണ തുടക്കത്തിൽ തന്നെ എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണത്തെ പോലെ കൺഫ്യൂസ് ആയി നിന്നില്ല. ഇപ്പം ഞാൻ ബുക്സിൻ്റെ സെക്ഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞു ബുക്ക്, കുഞ്ഞു സാധനങ്ങൾ. അങ്ങനെയാണ് ഞാനിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാമിൻ എന്താ എത്ര നേരമായിട്ട് കാണാത്തതെന്നുള്ള എനിക്കറിയില്ല കേട്ടോ. ഗൈസ്, ഞാനിപ്പോൾ ടോട്ടൽ 15 സാധനങ്ങൾ വാങ്ങി. 15 സാധനങ്ങൾ വാങ്ങിയിട്ട് എനിക്ക് 400 സംതിങ് രൂപയായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കാറിൽ ഇനി 51 മിനിറ്റ് ബാക്കിയുള്ളൂ ഗൈസ്. അപ്പം ഞാൻ കാറിൽ കൊണ്ടൊക്കെ വന്നതാണ്. നെക്സ്റ്റ് തൊട്ടടുത്താണ് കാർ വെച്ചത്. അപ്പോൾ പിന്നെ സാധനങ്ങൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ പോയിട്ട് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പം ഞാനത് കാറിൽ വെച്ചിട്ടുണ്ട്. ഇനി മുകളിലോട്ടേക്ക് പോട്ടെ കേട്ടോ. ഓരോ 2 ഒരു പൊടി പോലും ഇവിടെ എവിടെയും കാണുന്നില്ല ഗൈസ്. ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിലും ഒരു എജു മാർട്ടിലുണ്ടാവും, എജു മാർട്ടല്ല സ്കൂൾ മാർട്ടിലുണ്ടാവും, അല്ലെങ്കിൽ മിനിസോലുണ്ടാവും. ഞാൻ മിനിസോയിൽ കയറിയില്ല, കാരണം മിനിസോയിൽ കുറച്ച് പൈസ ഉള്ള സാധനങ്ങളുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു സ്കൂൾ മാർട്ടിൽ പോയിട്ട് അങ്ങോട്ട് പോവാം. പിന്നെ പോണ വഴിക്ക് ഹോം സെൻറ്റർ ഉണ്ട്, അവിടെ കയറിയിട്ടൊന്ന് പോകാം. ഞാനൊന്ന് ഹോം സെൻറ്ററിൽ കയറി വയ്ക്കും, പക്ഷേ അവിടെ നമ്മളെ ബഡ്ജറ്റിനുള്ള സാധനങ്ങളില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം 2000 രൂപയ്ക്കാണ് ഞാൻ 20 സാധനങ്ങൾ എടുത്തത്. ഇപ്രാവശ്യം ഞാൻ 15 സാധനങ്ങൾ എങ്ങാനും 500 രൂപേൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ട്. അതുവരെ ക്ലിയർ ആണ് ഗൈസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. അത് നടന്നുകൊണ്ടിരിക്കട്ടെ. അവിടെ നിന്ന് ഞാൻ സാധനം എടുത്തിറങ്ങി. ടോട്ടൽ എത്ര 400 സംതിങ് ഇങ്ങനെ എന്തോ ആണ് ആയത്. ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് എവിടെയെങ്കിലും പോകണം. ഒന്നുകിൽ നെസ്റ്റോയിൽ പോകണം, അല്ലെങ്കിൽ മിനിസോയിൽ തന്നെ ഒന്ന് കയറി നോക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് ടെൻഷനാവുന്നുണ്ട്. പക്ഷേ ഞാൻ നെസ്റ്റോൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കൊന്ന് നടന്നു നോക്കാം കേട്ടോ. നമുക്ക് നേരെ സ്റ്റേഷനറീൻ്റെ അടുത്തോട്ട് പോട്ടോ. ഈ ലൂഫയ്ക്ക് എന്താ വില? 25
നേരെ നമുക്ക് ക്രാഫ്റ്റ്സ് പിന്നെ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. ഞാൻ 2 സാധനം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒന്നിന് 99 പിന്നെ ഒന്നിന് 79 പക്ഷേ നമുക്ക് നോക്കാം. ഇവിടെ വേറെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി എടുത്ത് വയ്ക്കാം. ഫയലിന് എത്ര 155 രൂപ എടുത്തു കേട്ടോ. ഇത് കളർ നല്ലതാണ്. 30 രൂപ ഇതിന് കേട്ടോ. ഈ ഷാർപ്പനറിന് 39 രൂപ കേട്ടോ. ഇത് എടുക്കാം. പിങ്ക് പെന്ന് ഇതിനെത്ര ഇതിന് 50 രൂപയാണ്. 50 രൂപയാണ്. എടുക്കണോ? എടുത്തേക്കല്ലേ നോക്കന്നിട്ട്. പിന്നെ ഈ പിങ്ക് കളറിൽ ഫ്ലവർ വേസ് മാറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ അതിനാകുമ്പോൾ ഭയങ്കര പൈസയാവും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നവർക്ക് നിൽക്കില്ല. ഈ ചന്ദനത്തിരി എടുത്താലോ 10 രൂപയുള്ളൂ പിങ്ക് കളറിൽ. ഇത് വേസ് ഫ്രാഗ്രൻസ് സാഷയാണ്. ഇതിനൊന്നിന് 50 രൂപ നാട്ടയിലുള്ളത്. എവിടെ 59 രൂപ അങ്ങനെ എന്തോ. ഇതെടുക്കാം. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടും തോന്നുന്നില്ല. പിങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ക്യൂട്ട് വേണമെന്ന്, പക്ഷേ കിട്ടും തോന്നുന്നില്ല. വേറെ പിങ്ക് പെന്നെ ഞാൻ എടുത്തോ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഞാൻ അത്രയും സാധനം അപ്പോൾ കാർട്ടിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് ഈ പിങ്ക് പെൻ എന്തായാലും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ കൂട്ടത്തിലേക്ക് ഇതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഗൈസ് പിങ്ക് 2 മാർക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് പിങ്ക് ഞാൻ എടുത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങളെ കൂട്ടത്തിലേക്ക് ഇതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഗൈസ് ഈ ഒരു പിങ്ക് പേപ്പർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കുക ഗൈസ്, മൊത്തത്തിലൊരു പിങ്ക് മയം ഫുള്ള് പിങ്ക് കൂടെയാണ്. പക്ഷേ ഇതിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. നല്ല രസമുണ്ടായിരുന്നു. ഇതിന് എത്രയാണ്? ആ കുടയ്ക്ക് 300 രൂപയാണ് ഗൈസ്. സംഭവം വില കുടേൻ്റെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ എനിക്ക് ബഡ്ജറ്റിൽ കയറ്റുമ്പോൾ കൂടുതലായിരിക്കും മിക്കവാറും. ഗൈസ് ഒരു പിങ്ക് വാട്ടർ ബോട്ടിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിന് 115 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ഇനി ഇവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് കിട്ടാനുണ്ടാവും ഗൈസ്. അപ്പോൾ ഞാൻ പിങ്ക് ബോള് അത് നല്ല രസമുണ്ട്. ഇതിന് എത്രയാണ്? 99 അങ്ങനെ എന്തുവാണ്. പിങ്ക് ബോൾ നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഞാൻ എടുത്ത് 239 വാട്ടർ കണ്ട് ഗൈസ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് വാങ്ങും. ഇത് നല്ല രസമുണ്ട്. ഞാൻ ഇതും കൈ പിടിച്ച് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇത്രയും സാധനം ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ നമ്മുടെ ചാലഞ്ചിൽ ഒരുപാട് സാധനങ്ങൾ ഡിസ്ക്വാളിഫൈ ആവാറുണ്ടാവും. കാരണം ഒരേപോലത്തെ സാധനങ്ങൾ എന്തായാലും എല്ലാവരും ഒരേപോലെ എടുത്തു പോയിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ പോലെ ഒന്നും ഞാൻ സ്റ്റോക്ക് കുറവുള്ളതെന്നോ അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല എടുത്ത് നേരെ വാരി ഇടുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഷാമിനെ ഞാൻ എത്രയും നേരമായിട്ട് ഇവിടെ കാണുന്നില്ല. 5നെ കണ്ട്. 5 ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഷാമിനെ കാണാനില്ല. 1200 അതിൽ അത് ഒഴിവായിക്കോളും. ബാക്കിയുള്ളതെല്ലാം കൂടി ബില്ല് ചെയ്തു. ഞാൻ വില കൂടുതലെന്ന് വെച്ചാൽ എനിക്ക് ബഡ്ജറ്റിൽ കൊല്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ട് 1026 രൂപ. എത്ര ഐറ്റംസ് ആയിരുന്നു നമ്പർ? 23 ഐറ്റംസ് 1000 സംതിങ്ങിന് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പൈസ അങ്ങനെ സാധനങ്ങൾ മേടിച്ച് ഞാനത് താഴത്തേക്ക് പോവാണ്. 1076 രൂപയ്ക്കാണ് ഞാൻ സാധനം മേടിച്ചത്. ഇനി ഞാൻ നേരെ അടുത്ത് കയറാൻ പോകുന്നത് ഫാൻസിയിലേക്കാണ്. കാരണം ഫാൻസിയിലാണ് ഇനി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവുക. 23 ഐറ്റമാണ് കൃത്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫാൻസിയിലുള്ള കുഞ്ഞു കുഞ്ഞു പിങ്ക് സാധനങ്ങളായതുകൊണ്ട് തവണ ഫാൻസി ഐറ്റംസ് കുറച്ച് കൂടുതൽ കിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അടുത്ത ഫാൻസിയിലേക്ക് കയറാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന ചേച്ചിക്കുണ്ട് കൈസ്. അപ്പം മിക്കവാറും എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവർ വന്നതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. പിങ്ക് കളറിൽ എന്തെങ്കിലും ഉണക്കുണക്ക് സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇവിടെ കയറാൻ എന്തായാലും ചാൻസ് ഉണ്ട്. കയറിയുണ്ടാവും. പക്ഷെ എന്തൊക്കെ എടുത്തെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ ഒരു സാധനം ഞാൻ അടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു പിങ്കും ഇത് പർപ്പിളും ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിന് 70 രൂപയുള്ളൂ കേട്ടോ. അടുത്തത് ഞാനിതാ ഇങ്ങനത്തെ ഒരു നൂല് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എടുത്തിട്ടുണ്ട് ഗൈസ്. അധികം ഇനി സമയം ബാക്കിയില്ല. കുറേ ഉണക്കുണക്ക് പിങ്ക് സാധനങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഓരെന്തൊക്കെ എടുത്ത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യം പോയിട്ട് ഒരു ബാസ്ക്കറ്റ് എടുക്കട്ടെ. പിങ്ക് കളറിൽ ഞാനിതാ ഈ ഒരു ഗ്രാസ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു റബ്ബറും എടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് കളർ ടാപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പിങ്ക് കളറിൽ ഞാനിതാ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു പിങ്ക് കളർ ബോളും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കാണാനുള്ളത്. പിങ്ക് കളറിൽ ഞാനൊരു ചെരുപ്പ് എടുത്ത് ഗൈസ്. ഇത് 150 രൂപയുള്ളൂ. ഇവിടുന്ന് ഞാനിതാ ഈ ഒരു പെന്നെടുത്തു, ഈ ഒരു സ്ലിപ്പർ എടുത്ത്, ഈ ടേപ്പ്, പിന്നെ ഗ്രാസ് പൗഡർ, ഈ ഒരു സാധനം, ബോള്, പിന്നെ ഇതെന്താ ക്ലിപ്പ്, പിന്നെ ഈ ഒരു മാർക്കർ, ഈ ഒരു നൂല്, ഇതൊക്കെ എടുത്തു ഗൈസ്. പക്ഷേ പിങ്ക് കളറിൽ എത്ര സാധനമാണ് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത്? 1 2 3 4 5 6 7 8 9 സാധനമാട്ടോ ഇവിടുന്ന് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ബില്ല് ചെയ്തിട്ട് എത്ര രൂപയാവും? ഞാൻ നെസ്റ്റോന്ന് ഇറങ്ങി. അവിടുന്ന് ഞാൻ ഒരു ചോക്ലേറ്റും കൂടി എടുത്ത് മൊത്തത്തിൽ 10 സാധനം എന്തോ ആയിട്ടുണ്ടായിരുന്നു.
ഇനി ഞാൻ നേരെ മിനിസോലോട്ട് പോവാണ്. പിന്നെ ഞാൻ വേറൊരു കടയിൽ കയറി അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. മൊത്തത്തിലൊരു 10-18 സാധനം ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല, ഞാൻ എണ്ണീറ്റുമില്ല. പൈസ എനിക്ക് ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ഒരു 1200 രൂപേൻ്റെ അടുത്ത് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് മിനിസോയിൽ പോവാം. ഇനി നമുക്ക് ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും നോക്കാം ഗൈസ്. ഇവിടുന്ന് ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് പൈസ എത്ര ഉണ്ട് നോക്കിയിട്ട് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഓരോ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ 740 ആണ് ആയത്. എൻ്റെ ഏകദേശം പൈസ തീരുമാനമായിട്ടോ. കാര്യം എനിക്ക് ഇനി പൈസ ഇനി ആകെ 254 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൻ്റെ എണ്ണം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ലാസ്റ്റ് 254 രൂപയ്ക്ക് സ്കൂൾ മാർട്ടിലോട്ട് തന്നെ പോയിട്ട് വാങ്ങാത്ത എന്തെങ്കിലും ഈ 10 രൂപ 20 രൂപേൻ്റെ സാധനങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് ഇറങ്ങാൻ തോന്നുന്നു. ഈ സമയം കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഒരു എന്താ പറയുക 10-20-25 മിനിറ്റിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ മൊത്തത്തിൽ വാങ്ങിയത്. ഞാൻ പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ സാധനം ആകെ 250 രൂപയല്ലേ ബാക്കിയുള്ളൂ. ആ പൈസയ്ക്ക് എന്താ വാങ്ങാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് കാറ് പോകട്ടോ. കാര്യം പൈസ ഇനി ബാക്കിയില്ല. വെറുതെ നിന്ന് തിരിഞ്ഞിട്ട് ഇനി നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും വേണ്ട. സ്കൂൾ മാർട്ടിൽ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം. ശരിയൊന്ന് സ്കൂൾ മാർട്ടിൽ എത്തിയപ്പോൾ നേരത്തെ ശ്രീയായിരുന്നു, ഇപ്പോൾ ഷാമി. സ്വൈര്യം തരില്ല തന്നെ. എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാന്ന് വിചാരിച്ച ഒരു സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വർഷമാണ് ഗൈസ്. കാര്യം ആകെ 250 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. ആ പൈസയ്ക്ക് നമുക്ക് 10-20-25 മിനിറ്റ് എനിക്ക് ബാക്കിയുണ്ട്. അപ്പം സമാധാനപരമായി നോക്കിയിട്ട് ഇനിയിപ്പം ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. അപ്പം നമുക്ക് ഈ പോയ വഴി നേരത്തെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു നടന്നത്. ഇപ്പം നമുക്കൊന്നും കൂടി റിലാക്സ്ഡ് ആയിട്ട് എല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് നമുക്ക് പോവാട്ടോ. ഗൈസ് ഇവിടെ കയറിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് 39 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു മാല ഈ 75 രൂപയാണ്. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബണ്ണ് ഗൈസ് ഇതിനും 15 രൂപയുള്ളൂ. ഗൈസ് ഞാൻ സ്റ്റെഡിൻ്റെ സെക്ഷനും കൂടി ഒന്ന് നോക്കുകയാണ്. കാരണം പിങ്ക് കളറിൽ എന്തെങ്കിലും സ്റ്റെഡ് എന്തെങ്കിലും കിട്ടിയാൽ കുറഞ്ഞ വിലയ്ക്ക് അതും കൂടി ആവുമല്ലോ എന്ന് ശ്രദ്ധിച്ചാൽ കാണുന്നില്ല ഇവിടെ. അങ്ങനെ ഗൈസ് ഫാൻസിന്ന് ഞാൻ സാധനം മേടിച്ച് എനിക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ നിന്നാണ് കിട്ടും. എനിക്ക് തോന്നുന്നു നെസ്റ്റോയിലേക്ക് ഇനി പോകുന്നതായിരിക്കും ബുദ്ധി. ഇത്തവണ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് തുടക്കത്തിൽ തന്നെ കുറേ സാധനങ്ങൾ എടുത്ത്. പക്ഷേ സ്കൂൾ മാർക്കറ്റ് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 2000-ത്തിനടുത്ത് വെച്ച് 1700 അങ്ങനെ എന്തോ ആണ് പ്രൈസ് എനിക്ക് കണ്ടത്. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ ആ ഒരു 100ൻ്റെ മുകളിൽ പ്രൈസ് ഉള്ളത് ഞാൻ ഉറപ്പിച്ച് ഐറ്റം കുറഞ്ഞു. പക്ഷേ സ്റ്റിൽ എനിക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാമെന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഞാനാക്കി. ഇവിടെ ഫാൻസിന്ന് നോക്കിയപ്പോഴും എനിക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ അങ്ങനെ നോക്കിയെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നെസ്റ്റോയിലേക്ക് പോകാം. നെസ്റ്റോയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു മിഠായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം നമുക്ക് കളക്ട് ചെയ്യണം ഗൈസ്. നെസ്റ്റോയിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വലിയ ബാഗില്ലേ, ഈ ബാഗ് നമുക്ക് അവിടെ കൊടുക്കണം. അവിടെയാണ് നമുക്കിനി സമയം പോകാൻ പോകുന്നത്. അപ്പം തന്നെ ഞാൻ ഈ ഇറങ്ങി വരുന്നതിന് ഏകദേശം ഒരു 10 മിനിറ്റ് പോയിട്ടുണ്ട്. ഒരാളെ കണ്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ തപ്പിയെടുക്കട്ടോ. ഈ ഒരു കീച്ചീന് പിങ്ക് കളറിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു നെയിൽ കട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. 70 രൂപയാണ്. കുറച്ച് പിങ്ക് കളർ റിങ് ഉണ്ട് ഗൈസ്. ഇതിന് എത്ര 10 രൂപ അല്ലേ? പിങ്ക് കളറിൽ ഞാൻ ഈ ഒരു റിങ് എടുക്കുന്നു. അടുത്തത് പിങ്ക് കളറിലുള്ള ഒരു ചീർപ്പ് കിട്ടിയിട്ടുണ്ട്. 20 രൂപയ്ക്ക് ഈ ഒരു ക്ലിപ്പും കിട്ടി ഗൈസ്. ഓക്കെ, ഇവിടുന്ന് ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. എത്ര ഉണ്ട് എടുത്തെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എത്ര ബഡ്ജറ്റായി എന്നറിയില്ല. ഇനിയിപ്പോൾ അഥവാ ബഡ്ജറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബില്ല് ചെയ്യുന്ന സമയത്ത് അത് കുറയ്ക്കണം കേട്ടോ. 5 ഇപ്പോഴും ഇവിടെ കിടന്ന് കറങ്ങി കളിക്കേണ്ടത്. ഇപ്പം ഇത്രയായി 1062. ഇനിയും കുറേ ഉണ്ടോ? കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ ബഡ്ജറ്റിൽ സാധനം ഒത്ത് കൈസ് ഏകദേശം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത സാധനമായിരുന്നു ഈ എൻവലപ്പ്. ഇതിൻ്റെ ഗ്രീൻ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം പിങ്ക് എടുക്കാൻ തോന്നി. ഇതിന് അന്ന് 25 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു ചാർട്ട് എടുക്കാം കേട്ടോ. ഒറ്റൊരു ചാർട്ടാണ് ഇതെടുക്കാം. നേരത്തെ നമ്മൾ 65 രൂപയാന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഈ സാധനം ഉണ്ടല്ലോ, ഇതിവിടുന്ന് ആരോ പൊക്കിയിട്ടുണ്ട്. ഷാമിയാവാനാണ് സാധ്യത. വേണ്ട, അത് നേരത്തെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലൊന്നുണ്ടായിരുന്നു. ഇത് എല്ലാവരും എടുക്കാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംശയം. ഇത് ഒന്നിച്ചാന്ന് തോന്നുന്നു കേട്ടോ. ഒന്നിച്ചാണെങ്കിൽ ആരും എടുക്കില്ല. പക്ഷേ ഇത് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്.
ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചോദിച്ചു നോക്കുന്നത് സിംഗിൾ പീസ് ഉണ്ടോയെന്ന്. ഞാൻ വാങ്ങിയ ചാർട്ടിന് 10 രൂപയാണ്. പിന്നെ ആ നെയിം എഴുതിയിടുന്ന ആ സാധനം ഉണ്ടല്ലോ അതിന് 30 രൂപയാണ്. പിന്നെ എന്താ പറയുക എൻവലപ്പ് പോലത്തെ സിപ്പ് ലോക്ക് പോലത്തെ സാധനമില്ലേ അതിന് 45 രൂപ കേട്ടോ. അപ്പം 10ഉം 45, 55, 65, 75 ഇനി ഒരു 150 രൂപ എനിക്ക് ബാക്കിയുള്ളൂന്ന് ഞാൻ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. കാണുന്ന കാഴ്ച വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ്. ഷാമി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത് ഞാൻ ചെയ്യും. എൻ്റെ സാധനങ്ങൾ 5 കണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. എന്തോ ഒന്ന് മിന്നായം പോലെ കണ്ടു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. ഇവിടുന്ന് ഞാൻ ഇതൊക്കെയാണ് കേട്ടോ എടുത്തത്. ഞാൻ കാറിലോട്ട് പോവാണേ. ഞാൻ വേറെ വഴിക്ക് പോവാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം കാറിലുണ്ടാവും. 10 രൂപയ്ക്ക് അഗർബത്തി കിട്ടിയിട്ടുണ്ട്, അത് പിങ്ക് കളർ, അത് ഞാൻ എടുത്തു. ഇവിടെ നിന്ന് ഞാൻ ഒരു പിങ്ക് ഗ്രാഫ് ബുക്ക് മേടിച്ചിട്ടുണ്ട്, ഒരു സ്റ്റിക്കി നോട്ട്സ് മേടിച്ചിട്ടുണ്ട്. സ്റ്റിക്കി നോട്ട്സിന് എത്ര 50 രൂപ, ഗ്രാഫ് ബുക്കിന് 25 രൂപ. നെസ്റ്റോയിൽ വന്നിട്ട് എനിക്ക് കാര്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും കിട്ടില്ല. അവിടെയൊക്കെ വലിയ വലിയ സാധനങ്ങളാണല്ലോ. അതിനോട് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. 2-3 സാധനം കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരാരും കാണാനില്ല, ആരും ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ. എല്ലാവരും ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോയോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ പിന്നെ സ്കൂൾ മാർക്കറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. 33 രൂപേൻ്റെ എന്തോ ഒരു സാധനം ഞാൻ എടുത്തിട്ട് ഇത് എന്താണെന്ന് കൂടി എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഞാൻ എടുത്തിട്ട് നേരത്തെ ഞാനിത് എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഉണ്ടത് മൊത്തം ഞാൻ തീർത്തു. ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് താഴെ കാറ് പോകാൻ. ഞാൻ ഷാമിൻ്റെ അടുത്ത് നിന്ന് ഗീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്ക് എവിടേക്കോ കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും താഴോട്ട് പോകാൻ പോവാണ്. ഇനി ഒരു 15-10 മിനിറ്റ് മാക്സിമം ഉണ്ടാവും. ഇനി ആകെ 8 മിനിറ്റ് 7 മിനിറ്റ് അങ്ങനെ എന്തോ ടൈമുള്ളൂ ഗൈസ്. ഇനി ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മിനിസോയിൽ കയറി വെക്കാൻ പോവാണ്. അവിടുത്തെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങാം. ഇനി ആകെ എന്തെങ്കിലും 200 രൂപ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ പൈസക്കും ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. 90ക്ക് ഞാൻ മിനിസോന്ന് ഈ ഒരു മിറർ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി 5 മിനിറ്റ് 6 മിനിറ്റ് ബാക്കിയുണ്ട്. ഞാൻ ഗൈസ് കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒന്നും പേടിക്കാനില്ല. ഇനി ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. നമ്മൾ 5-6 മിനിറ്റ് ബാക്കി നിൽക്കാൻ കാറിൽ കയറിയിരിക്കുകയാണ്. 5-6 മിനിറ്റ് ഒന്നും ഇല്ലതാ, 4 മിനിറ്റും 21 സെക്കൻഡ് ബാക്കി നിൽക്കാൻ ഞാൻ കാറിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് ഓരോരോ സമയത്ത് വന്ന് കയറുന്നത് എപ്പോഴൊക്കെയാന്ന് നമുക്ക് നോക്കട്ടോ. ഞാനിങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും വരുന്നുണ്ടോ അന്ന് ഷാമിനെ കണ്ട സമയത്ത് ഞാൻ അവളോട് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് ഇനി താഴോട്ട് ഇറങ്ങാതാ. പക്ഷെ ഓക്ക് വേറെ എവിടെ കയറണമായിരുന്നു. അപ്പം ചിലപ്പോൾ മിനിസോലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറുണ്ടാവും. അപ്പം കയറിയിട്ട് വരാനാ പറഞ്ഞത്. ഇപ്പം ഇനി സമയം 2 മിനിറ്റും 27 സെക്കൻഡ് കേട്ടോ ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം ഗൈസ്, വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് 20 സെക്കൻഡ് ആയിരുന്നു ഞാൻ നേരത്തെ നോക്കുമ്പോൾ. അപ്പോൾ മിക്കവാറും 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എന്തായാലും കാറിനടുത്ത് എത്തുക. ഇത്രയും സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും എന്തായാലും 5 എത്തിയിട്ടുണ്ടോ? കാരണം ഞാൻ സ്കൂൾ മാർക്കറ്റിൽ ലാസ്റ്റ് ടൈം പിന്നെ ഒന്നും കൂടെ പോയിട്ട് നോക്കുമ്പോൾ 5 അവിടെ ബില്ല് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ ആളെത്തിയിട്ടുണ്ടാവും. ഓടി വരുന്നുണ്ട്. എത്തി. ഹായ്, ഹലോ. ഷാമി വന്നിട്ടില്ല. ഷാമിനെ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന്. കണ്ടില്ലേ? ഒറ്റ തവണ പോലെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടു. ഞാൻ തുടക്കത്തിൽ കാണാഞ്ഞപ്പോ ഞാൻ ടെൻഷനായി. ഇവളിത് ഇല്ലാത്ത സ്ഥലമൊക്കെ കണ്ടുപിടിച്ചോന്ന് ആലോചിച്ച് ഞാൻ മിനിസോന്ന് ഒരൊറ്റ സാധനം എടുത്തിട്ടുള്ളൂ. കാരണം അതിനുള്ള ബഡ്ജറ്റ് ഉള്ളതിന് 190 ആണ്. അതിന് ബാക്കിയുള്ളതൊക്കെ നോക്കി നിൽക്കാനുള്ള സമയമില്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിനും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ സാധനം എടുത്തുള്ളൂ. 2 ആൾ കാർ നോക്കി വരുന്നുണ്ട്. എന്റെ കയ്യിലുള്ള എന്തോ സാധനം പൊട്ടി. 44 സെക്കൻഡ് ബാക്കി നിൽക്കാൻ ഷാമിയും കേറിയിട്ടുണ്ട്. അതെ, വെറും 44 സെക്കൻഡ് ഗൈസ് ബാക്കിയുള്ളത്. ആ സമയത്ത് ഷാമിയും കയറി നമ്മൾ സക്സസ്ഫുള്ളി ചാലഞ്ച് ഞങ്ങൾ കറക്റ്റ് ടൈമിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എണ്ണമായിരുതാ കൂടുതൽ കുറവതൊക്കെ ഉള്ളത്. പിങ്കിന് എല്ലാത്തിനും വില കൂടുതലാണ്. പിങ്ക് ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് ഞാൻ പിന്നെ സാധനം കുറപ്പിച്ചേക്കാം. ഒരു സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അതെ, അതാ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിനിസ പോയ സമയത്ത് ആ ഏട്ടനോട് പറഞ്ഞ് ഇത് ലാസ്റ്റ് കൂട്ടിയാൽ മതി. എന്നിട്ട് ബാക്കി കൂട്ടിയിട്ട് എക്സ്ട്രാ ഒന്ന് ഞാൻ ആഡ് ചെയ്ത് ഒന്ന് ഞാൻ അവിടെ ഒരൊറ്റ സാധനം എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നിങ്ങള് പ്രതീക്ഷിക്കാൻ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് ഞാൻ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ഭയങ്കര സ്ട്രെസ് കൂടുതൽ. അതെ, ഭയങ്കര സ്ട്രെസ് കൂടുതലായിരുന്നു. ഞാൻ സ്കൂൾ മാർട്ടിലോട്ട്
ലിഫ്റ്റിനോട് ഓടുമ്പോ ഇവള് പറന്ന് അവിടെ എത്തി. നമുക്ക് എന്തായാലും പോയാലോ? ഡ്രൈവർ സീറ്റിലേക്ക് ആരെങ്കിലും ഒന്ന് വരും. എന്നാലും 44 സെക്കൻഡ് ഷാമി. ഞാൻ 2 സെക്കൻഡ് ആയിരുന്നു കുറച്ചും കൂടെ ഭേദം. സമാധാനമായിട്ട് നടന്നു വരുന്നത് ഞാൻ നോക്കുമ്പോ ഞാനൊക്കെ പറക്കാൻ ഈ മോളിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങൾ ഓടുന്നെന്ന് കണ്ടിട്ട് അതുണ്ടാവും. എല്ലാരും ചോദിച്ചു എല്ലാരും അവിടെ. ഞാൻ പറഞ്ഞ എവിടേക്കുമാണ് ഷൂട്ടിന്റെ ഇടയിലാണ്. അതെ അങ്ങനെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാരും പിങ്ക് കളറുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇത് രണ്ടുമാണ്. ചിലതൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ കാണുന്നുണ്ട്. ഈ 2 കവറ് മാത്രമേ ഉള്ളൂ. ഷാമിക്ക് പക്ഷെ ഇപ്രാവശ്യം കൂടുതൽ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത്. പറയാൻ പറ്റില്ല. ചിലപ്പോ ഇവരതായിരിക്കും കൂടുതൽ. അല്ല സല്ലുവിന് അറിയില്ലല്ലോ. ഈ പിങ്ക് തന്ന സമയത്ത് ഞങ്ങളും വിചാരിച്ചു നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്നു. പക്ഷെ ഭയങ്കര സെലക്റ്റീവ് ആയി. പക്ഷെ ഉള്ളതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. 2000 രൂപ പോരായിരുന്നു ശരി. ആരും 2000-ന് മുകളിൽ പർച്ചേസ് ചെയ്തില്ലല്ലോ. ബാക്കിയുണ്ട് തരാൻ അങ്ങോട്ടേക്ക്. എനിക്ക് 26-29 രൂപ ബാക്കി അങ്ങോട്ട് തരാൻ. ഇവളില്ലേ ലാസ്റ്റ് 44 സെക്കൻഡ് വന്ന് അതല്ല രസമായിരുന്നു. പക്ഷെ ഞാന് 2 മിനിറ്റ് എങ്ങാനും ബാക്കിയുള്ള സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 സെക്കൻഡ് കയറിയോട് ഞാൻ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ വെച്ച് ഞാൻ തന്നെ ആദ്യം കയറാറ്. അങ്ങനെ ഞാൻ ആദ്യം കയറിയത്. തുടങ്ങാം. ഞാൻ തുടങ്ങാം ആദ്യം. എല്ലാരും അടുത്തും ഇത് ഉണ്ടാവും എന്നുള്ള എനിക്കറിയാം. പക്ഷെ സേഫ് ആണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ കഴിഞ്ഞ തവണത്തേന് വെറൈറ്റി ആയി എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നേ. ഒരു സാധനമായിരിക്കാണ്. രണ്ടാമത്തെ ഞാൻ എടുക്കാതെ ചാർട്ട്. ആ സാധനം എന്റെ അടുത്തില്ല. അപ്പൊ അതിന് പകരം ഞാന് ഒരു പേപ്പർ. അതില്ല. ഓക്കെ 2 ഇത് ഓരോ പല ഷെയ്ഡിലുള്ള പിങ്കുകൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. കുറച്ചൊക്കെ നിങ്ങൾ കാണാത്തുണ്ട്. എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പൊ കാണാത്ത സാധനങ്ങളും കൂടി ഉണ്ടാവേ. ഒരു പിങ്ക് പെൻസിൽ. ഒരു മിനിറ്റ്. ഇവിടെ ഉണ്ടല്ലോ. എനിക്കും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഒരു പിങ്ക് പെന്നോ പെന്ന് ഒരു പിങ്ക് പെന്ന്. ഓക്കെ അപ്പൊ അടുത്തത് പിങ്ക് പെന്ന്. പക്ഷെ വേറെ പെന്നാണ്. പിങ്ക് പെന്ന് വേറെ. ഓക്കെ ഇനി ഇന്റത് ഇതൊരു പിങ്ക് സ്റ്റിക്കർ. മൊത്തം പിങ്കിന്റെ മറ്റേ എന്താ പറയാ കവായി സ്റ്റിക്കേഴ്സ് ഇല്ലേ അതാണ് കേട്ടോ. പിങ്ക് സ്റ്റിക്കർ വേറെ ഇത് രണ്ടും വ്യത്യാസമുള്ള സാധനങ്ങളാണ്. പെൻസിലാണ് കേട്ടോ. എനിക്ക് മാറിപ്പോയതാ. ഇനി അടുത്ത ഷാമി എടുത്ത്. അടുത്തത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഞാൻ വാങ്ങിയത്. ഇതൊക്കെ എങ്ങനെ വാങ്ങാൻ പറ്റും? ഇത്രയും പൈസ ഞാനിത് എടുത്തിട്ട് ബില്ല് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വെച്ച സാധനമാണ്. 150 രൂപ. അടുത്ത 5 ഞാൻ ഒരു പിങ്ക് നോട്ട്ബുക്ക്. ഒരു പിങ്ക് നോട്ട്ബുക്ക്. പിങ്ക് വലിയ ബുക്കാണ്. പക്ഷെ ഇത് മറ്റേ ഗ്രാഫ് ബുക്കാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ചട്ടി. പൂച്ചട്ടി. ഇത് 50% ഓഫറിൽ എനിക്ക് കിട്ടിയതാ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എമ്മടുത്തുണ്ടായിക്കോളൂ. ഇത് പിങ്ക് കളറുള്ള പോംപോം. ഇത് ഞാൻ എടുക്കണം വിചാരിച്ച അവിടെ വെച്ച് ആരെങ്കിലും എടുക്കുമോ വിചാരിച്ചിട്ട് വെച്ചതാ. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു കാര്യം അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ 1 മണിക്കൂർ മുഴുവൻ ഞാൻ അവിടെ ഇരുന്നു. പിങ്ക് സ്റ്റിക്കി നോട്ട്സ്. ഓക്കെ നെക്സ്റ്റ് ഗൈസ് ഒരു കാൻഡിൽ. പിങ്ക് കളർ കാൻഡിൽ ആണ് കേട്ടോ. അത് കൊള്ളാം. ഇന്റത് ഗൈസ് ഇത് മറ്റേ എന്താ പറയാ അടിയിൽ ഐഡന്റിറ്റി കാർഡ് ഒക്കെ ഇടുന്ന സാധനല്ലേ ആ ടാഗിന്റെ അതാണത്. എന്നാൽ അത് ചിലപ്പോ കൊടുക്കേണ്ടി വരും. പക്ഷെ 2 വെവ്വേറെ സാധനമാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് മോഡലാണ്. പക്ഷെ അത് 2 മോഡലാണ്. 2 മോഡലാണ്. ഇത് കുറച്ച് നേരിയതാണ്, ഇത് കുറച്ച് തടിയുള്ളതാണ്. പിങ്ക് കളർ വ്യത്യാസമുണ്ട്. അടുത്തതായിട്ട് ഒരു പിങ്ക് കളർ ചീർപ്പ്. ഇതിന്റെ അടുത്തതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്ന അതേ സാധനം പോലെ തന്നെ നമ്മളെ ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്യുമ്പോ വെക്കുന്ന ആ സാധനം. ഞാനത് എടുക്കായിട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും എടുക്കും. അത് എനിക്കും അറിയായിരുന്നു. പിങ്ക് കളർ ചീർപ്പ് കുഞ്ഞു ചീർപ്പാണ്. അടുത്തത് ഇന്റത് ഗിഫ്റ്റ് റാപ്പ് ആണ്. ഒറ്റൊന്ന് മാത്രം ഞാൻ എടുത്താണ്. ഇത് ലൈറ്റ് പിങ്കാ. പിങ്ക് തട്ടി ഇങ്ങനെ പോയത്. അങ്ങനെ അല്ലേ പോയപ്പോ പീച്ചൊന്നും ഇന്റത് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പൗഡർ ആണ്. ഞാൻ കണ്ടീന്. ഞാൻ എടുക്കണോ എടുക്കണോന്ന് വിചാരിച്ചു. ഞാൻ എടുത്ത് ചട്ടി എടുത്ത് ഞാൻ കാപ്പിലിട്ട് തിരിച്ചങ്ങോട്ട് എടുത്തത്. അടുത്തത് ഞാൻ ഇതെന്താ സാധനം എനിക്കും അറിയാൻ പാടില്ല. പിങ്ക് കണ്ടപ്പോ എടുത്തതാണ്. താങ്ക് യു കാർഡ് പോലത്തെ ബലൂണാണോ? എന്നിട്ട് എന്തോ ഒരു സംഭവം കേട്ടോ. ഇത് മറ്റേ ഇത് മാതിരി ബീച്ചിലെ പേള് പോലെ.
അങ്ങനത്തെ ഒരു സംഭവം. എന്തായാലും ഒരു ഷേപ്പിലുള്ള ഒരു പേപ്പർ. നെക്സ്റ്റ് ഗൈസ് ഒരു പിങ്ക് കളറുള്ള ക്ലിപ്പാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് പർപ്പിൾ ഉണ്ട്, പക്ഷെ ഈ ഒരു സാധനം പിങ്ക് ആണ്, ഈ സാധനം പിങ്ക് ആണ്. നെക്സ്റ്റ് ഒരു പിങ്ക് കളർ പെയിന്റ് ആണ് ഗൈസ്, ആക്രിലിക് പെയിന്റ് ആണ്. ഇത് പിങ്ക് ആട്ടോ. എനിക്ക് ഒരു സംശയമില്ല. ബ്രാൻഡ് വേറെ കളർ വേറെ ഇത് അത് ബ്രാൻഡ് പറയാ, അത് കളർ വേറെ. ഇത് കളർ വേറെയാണ്, സാധനം വേറെയാണ്. കാരണം ഇത് റേസിൻ ആർട്ടിന്റെ പെയിന്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ഞാൻ ഓൾറെഡി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇന്റത് ഒരു 2 രൂപയുടെ റബ്ബറാണ്. കഴിഞ്ഞ ഗ്രീനിലും ഞാൻ ഇതേ റബ്ബർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിങ്ക് എടുത്തു കേട്ടോ. ഒരു മിനിറ്റ് അത് റബ്ബർ ഒന്ന് കാണിച്ച്. അപ്പൊ ഈ റബ്ബർ ഞാൻ ഓക്കെ, ഇനി അടുത്തത് ഇത് പിങ്ക് കളറിൽ എന്താ പറയാ, നമ്മളെ നെയിമിന്റെ സ്ലിപ്പ് ഇടുന്ന. രണ്ടെണ്ണം മിസ്സായി. 5ക്ക് 2 മിസ്സായി, ഇവർക്ക് 2 ഓരോന്ന് വീതം മിസ്സായി. അടുത്തതായി ഞാനൊരു നൂലെടുത്തു. അതിനോട് ഞാൻ നൂലിന്റെ കയ്യിലേക്ക്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു കീ ചെയിൻ, ആ കീച്ചെയിൻ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഒരു പിങ്ക് പെൻ എടുത്തിട്ടുണ്ട്. പിങ്ക് പെൻ എന്റെ കീ ചെയിൻ നല്ല ക്യൂട്ട് ആണ്. ഇന്റെ ഒരു പിങ്ക് കീ ചെയിൻ ഇതാണ് ഗൈസ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന key chain. അതിന്റെ തൊട്ടപ്പുറത്ത് ഇതുണ്ടോ? വേണ്ട, ഇത് രണ്ട് key chain ആ. ഓക്കെ, അപ്പൊ അതിന്റെ കീ ചെയിൻ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടില്ല കേട്ടോ. ഇനി അടുത്ത ഷാമി. എന്നെ അടുത്തതായിട്ട് ഒരു പിങ്ക് കളർ ക്ലിപ്പ്. ഇല്ല, ക്ലിപ്പല്ല, ഞാനിതാ ഗൈസ് ഒരു ഹാർട്ടിന്റെ ഒരു സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, പിങ്ക് കളറിലുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഞാനൊരു പിങ്ക് കളർ ക്ലിപ്പ്. ഇതവിടെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, അതിനോട് വേറെ ആരും എന്തായാലും കിട്ടൂല എന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. ഭയങ്കര മെറ്റാലിക് കളർ പെയിന്റ് ഉള്ള ഒരു ക്ലിപ്പാട്ടോ. അടുത്തത് ഇന്റെ പിങ്ക് കളറിലൊരു ടേപ്പ്. ഇതിന്റെ കഥ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിനെ പറ്റിട്ട് ഞാൻ പറയുന്നത്. കാര്യം ആദ്യം ഞാൻ കണ്ടു, എടുത്ത് ഞാൻ നോക്കി 65 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു. പിന്നെ നെക്സ്റ്റ് റൗണ്ടിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയപ്പോ ആ മേലുള്ള 3ാമത്തെ കാണുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഇത് ആരും എടുക്കുമെന്ന് എനിക്ക് അത്ര ഉറപ്പായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാനും എടുത്തില്ല. അപ്പൊ അത് ഞാൻ എടുത്തില്ല. ഓ താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ഉള്ളത് പിങ്ക് കളർ ലൂഫ് ആണ് guys. ഇല്ല ഭാഗ്യം, നന്നായി. പിങ്ക് കളർ അഗർബത്തി. അഗർബത്തി മംഗൾദീപാണോ? അതെ, വേറെയാ. സമാധാനം. അഗർബത്തി ഞാനൊരു പിങ്ക് കളർ ബോളാണ് ഒരു ബോള്. ഉണ്ടോ? ഇങ്ങനെ പല്ല് ഇങ്ങനെ വെക്കുന്ന ഒരു സാധനം. ഇന്റത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോളാണ് കേട്ടോ. ഇന്റത് ഗൈസ് ഫ്രേഗ്രൻസ് സാഷയാണ് പിങ്ക് കളറിലുള്ളത്. ഓക്കെ, അത് മിക്സ് ആയി പോകരുത് കേട്ടോ. സ്വന്തം സാധനങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല. കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ. അതെ, ഇനി അടുത്തത് ഈ ഒരു നൂലാണ് ഗൈസ്. ഞാൻ എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല. ഞാനത് കണ്ടിരുന്നു. ഞാൻ എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചു, പിന്നെ എടുത്തില്ല. കാര്യം ഇവിടെ തിരിഞ്ഞു പോയപ്പോ എനിക്ക് ഒരുവിധമൊക്കെ പോയിന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തില്ല. പിങ്ക് കളർ പെന്നിന്റെ ഒരു സെറ്റ്, ഇത് ഇതെന്താ ഓർമ്മ പോലും എനിക്കില്ല. ഞാൻ ആ ഈ പെണ്ണ് മാറ്റിയിട്ട് ആ പെണ്ണ് എടുക്കണോന്ന് ആലോചിച്ച്, പിന്നെ വിചാരിച്ചു വെറുതെ സമയം കളയണ്ടല്ലോ വെച്ചിട്ട് ഈ പെണ്ണിനെ എടുത്തതാ. അതുകൊണ്ട് എനിക്കത് കിട്ടി. ഓക്കെ, അടുത്തത് പിങ്ക് കളർ ടിക് ടാക്. പിങ്ക് കളർ ടിക് ടാക്. ഞാൻ കൂടെ രണ്ടെണ്ണം തിന്നു തന്നു. ഇല്ല, അത് ഫുൾ എനിക്ക് 3 മിസ്സായി മൊത്തത്തിൽ. എന്റെ 2 മിസ്സായി. മിസ്സായി. ഓക്കെ, അടുത്ത ബില്ല് ചെയ്യുന്നിടത്താണ് സ്റ്റിക്കേഴ്സ് പിങ്ക്. അതുണ്ടോ? എനിക്ക് വയ്യ. സമാധാനം. അപ്പൊ എന്റെ തന്നെ സ്റ്റിക്കേഴ്സ് കേട്ടോ. അടുത്തത് ബില്ല് ചെയ്യുന്നോടത്തല്ല, ഉള്ളിൽ തന്നെ ഞാൻ ഒരു ബൂമർ എടുത്തു. ഇവരുടെ സെയിം ആണ്, എന്റെ ബൂമർ ഡിഫറെന്റ് ആണ് കേട്ടോ.
ഇപ്പൊ സമാധാനം ഓരോരുത്തർക്ക് മൂന്നെണ്ണം പോയത് 3-4 പോയി. എനിക്ക് നല്ല കളക്ഷൻ ആണ്. പലതും കിട്ടും. ഇത്രയും സാധനം എന്റെ കളക്ഷൻ ആണ് ഗൈസ്. ഞങ്ങള് പോയാലും ഇവരെല്ലാം കൊയ്ത്തായിരിക്കും ഇപ്രാവശ്യം. Okay, pink കളറില് ഞാനൊരു ഷാർപ്പനർ കേട്ടോ. എനിക്ക് ഓർമ്മയില്ല ഞാനത് എടുത്തോ ഇല്ലയോ, ഞാൻ കണ്ടിട്ടുണ്ട്. പിങ്ക് കളർ ഷാർപ്പനർ ഗൈസ്. ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ എടുത്ത ഷാർപ്പനർ എന്നിട്ടാ ഈ ഷാർപ്പനറാണ് ഗൈസ് എടുത്തത്. ആയിട്ടുള്ള കവായി തീമിലുള്ള ഒരു ഷാർപ്പനർ. അത് ഞാൻ കണ്ടില്ലേ, പക്ഷെ ഞാൻ എടുക്കായിട്ടാ. ഇതൊക്കെ ഞാൻ നെസ്റ്റോന്ന് തപ്പി പിടിച്ചായിരുന്നു. ഇനി ശ്രീ ഞാന് പിങ്ക് കളർ വൈറ്റ്നർ. ഓക്കെ, ഇനി ഞാൻ കാണിച്ചേ. ബെഡ് നിറയെ പിങ്ക് സാധനങ്ങൾ. എന്റെ അടുത്ത് പിങ്ക് കളർ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു നെയിൽ കട്ടർ. ഞാൻ അവിടെ വെച്ചോണ്ട് പോലും പോയില്ല, അല്ലെങ്കിൽ അതൊന്നും പോണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായി പിങ്ക് കളർ നെയിൽ കട്ടർ. പക്ഷെ വേറെ പിങ്കാ. എക്സ്ട്രീംലി ഡിഫറെന്റ്. അതെ, എക്സ്ട്രീംലി ഡിഫറെന്റ് സാധനമാണ്. അപ്പൊ കുഴപ്പമില്ല. ഇനി അടുത്ത ശ്രീ പിങ്ക് കളർ എന്തെന്താ സാധനം? ഫ്ലൂറസെന്റ് വിൻഡോ മാർക്കർ. ഞാൻ നോക്കിയായിരുന്നു. രണ്ട് പിങ്ക. ജസ്റ്റ് എസ്കേപ്പ്. സോറി, ബില്ല് തെറിച്ചു പോയി. അടുത്ത കഴിഞ്ഞ പ്രാവശ്യം പച്ചക്ക് ഇതേ സാധനം എടുത്തിരുന്നു. ഇത് നിങ്ങളാരും എടുത്തില്ല. കാരണം അവിടെ നിന്ന് പോകുന്നില്ല, എനിക്ക് അത്ര ഈ സാധനം ഞാൻ എടുത്തില്ല. ഞാനിത് എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അവിടെ വെക്കുന്നു എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത് എടുക്കും. ക്രേപ്പ് പേപ്പർ എടുത്തിട്ടില്ല. ഞാനൊരു പിങ്ക് കളറ് ബ്ലൂ. പിങ്ക് കളർ ഗ്ലൂവോ? ഇനി അടുത്തുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പച്ച പാത്രം ആയിരുന്നെങ്കിൽ ഇപ്പൊ പിങ്ക് പാത്രം. സെയിം ടൈപ്പ് പാത്രം കേട്ടോ. പിങ്ക് കളർ. ഇതെന്താ സംഭവം വെച്ചിട്ട് നൂല് കോർക്കുന്നെന്തോ നീഡിലിന്റെ എന്തോ സംഭവമാണ് കേട്ടോ. പിങ്ക് കളറിലുള്ള അത് പിങ്ക് കളറിലെ റിംഗ് ഗൈസ്. ഇത് എത്ര രൂപ കൊടുത്തു വാങ്ങി? 10 രൂപ. ഇത് സ്റ്റാഫ് വെച്ച് പിങ്ക് കളറുള്ള റിംഗ് വരട്ടെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല മറ്റേ മഷ്റൂമിന്റെ ലുക്കിലുള്ള ഇതാണ് guys. ടേബിളിലാണ് പൈസ തോന്നിയത്. ഓക്കെ, നീ അടുത്ത വെറൈറ്റി ആണ്. 5 എടുക്കുന്നത്. ഞാൻ എടുക്കട്ടെ. ഞാൻ എടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. ഇത് ഈ സാധനം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റോറേജ് ഗൈസ്. മിനിസോ. ഈ പോകുന്നതിന് മുന്നേ ഞാൻ പോയി. ഇതുണ്ടോ പിങ്ക് കളറിലുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് ഗൈസ്. ഇത് ഞാൻ എടുത്തു. ഓക്കെ, പിങ്ക് കളർ മാല. പണ്ടൊക്കെ ഇടുന്ന ഒരു ഓർമ്മ വന്നിരിക്കും. ഉണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ ഒരു മാല. പണ്ടോ? ആണോ? അടുത്തത് ഇതിന്റെ ഒരു പിങ്ക് കളർ സ്ട്രോബെറി മിറർ ആണ്. ഞാൻ നോക്കിയിരുന്നു മിനിസോല്. ലാസ്റ്റ് മിനിസോ എനിക്ക് 200 റുപ്യ ബാക്കി ഉണ്ടായിരുന്നു. ആ 200 റുപ്യക്ക് 190 റുപ്യക്ക് ഞാൻ ഈ സാധനം വാങ്ങിയത് കേട്ടോ. 200 റുപ്യന്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ മിറർ. ഇവിടെ 2x മിറർ ആണ്. ഓക്കെ, ഇതിന്റെ അടുത്തത് ബെഡ് ബൈറ്റ്സ് ആണെങ്കിൽ പിങ്ക് കളറില് കഴിഞ്ഞു കവർ കാലിയായി. ഓക്കെ, അടുത്തൊരു പിങ്ക് പെന്ന്. ഈ പെന്ന് ആരും എടുത്തു? ഇത് ഞാൻ കണ്ടിരുന്നു. അതിന് 85 രൂപ. അടുത്തതായിട്ടൊരു പിങ്ക് ബോക്സ് ആണ് guys. ബോക്സുകൾ പലതും കണ്ടിരുന്നു. പിന്നെ ആവശ്യം തീരെയില്ലല്ലോ വെച്ചിട്ട് ഞാൻ വാങ്ങില്ല. ഇന്റത് കേസ് ഒരു പിങ്ക് കളർ ഒരു നോട്ട് പാഡ് ആണ്. ആ നോട്ട് പാഡ് ബാർബി എഡിഷൻ അല്ല, ബാർബി എഡിഷൻ. ഓക്കെ, അടുത്തത് പിങ്ക് കളർ ബോക്സ്. പക്ഷെ ഇത് ഡബിൾ സൈഡ് ഒക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഇതിന് 89 റുപ്യ. ഞാൻ കണ്ടില്ലല്ലോ. 89 റുപ്യക്ക് സാധനം. അടുത്തതായി ഒരു പിങ്ക് കളർ കത്രിക. പിങ്ക് കളർ കത്രിക വേണം, പക്ഷെ കിട്ടിയില്ല. പിങ്കും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഗൈസ് ഇത് കേട്ടോ. ഇവിടെ പിങ്ക്, ഇവിടെ പർപ്പിൾ. ഞാനാ പിങ്ക് കളർ നൂല്. ഓക്കെ, എടുത്തില്ല. പിങ്ക് കളർ ലെഗ്സ്. 50 രൂപ. ഇത് 30 ആണെന്ന് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. 38 റുപ്യ. 38 റുപ്യക്ക് ഞാൻ ലെഗ്സ് വാങ്ങി. ഇതിന്റെ കേസ് അടുത്തൊരു പിങ്ക് കളറിലെ കീ ചെയിൻ ആണ്. ഇത് നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത സാധനം ഈ ചാലഞ്ചിലെ. ഞാൻ അതൊന്ന് തുറന്ന് കാണിച്ചത്. ഇതുണ്ടോ എന്ത് ഭംഗിയാ നോക്കിത് കാണാന്.
നല്ല ഭംഗിയുണ്ട്. ബാഗിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇടുന്ന ഇടുന്നത് ഇത് ഞാൻ എടുത്തിട്ടോ. ഇപ്രാവശ്യം എടുത്ത് കുറച്ചും കൂടെ ക്യൂട്ടാണ്. ക്യൂട്ട്, കുറച്ചുകൂടെ പൈസ കൂടുതലാകും. അടുത്തത് ഇത് എന്തെങ്കിലും ഉപകാരം വരുമോന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിങ്ക് കളറിൽ ഈ ഒരു സെറ്റ് മൊത്തം എടുത്താലേ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടി മൊത്തം എടുക്കാം. അപ്പൊ ഈ ഒരു സെറ്റ് മൊത്തം എടുത്ത് 25 രൂപയായുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഞാനൊരു പിങ്ക് കളർ നോട്ട്ബുക്ക് ആണ്. ഓക്കെ, അത് പിന്നെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ഒരു പിങ്ക് നോട്ട്ബുക്ക്. ഓക്കെ, ഇനി ഇന്റെ ഒരു പിങ്ക് കളർ സാനിറ്റൈസർ. നിങ്ങളതൊന്നും കഴിയാനായില്ല. കഴിയില്ലേ? തവണ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് കുറെ സാധനങ്ങളുണ്ട്. അത്യാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ കൂടുതൽ വാങ്ങിയിട്ട്. കഴിഞ്ഞ റസ്റ്റയിൽ ഇവിടെ കൂടുതൽ വാങ്ങിയത്. ഇനി ശ്രീ ഞാൻ എടുത്തത് ഒരു പിങ്ക് കളർ നൂല്. ഇത് പ്ലാസ്റ്റിക് നൂലാട്ടോ. ഓക്കെ, അടുത്തത് ഒരു പിങ്ക് കളർ ബ്രഷ് ആണ്. എന്റെ ബ്രഷ് മാറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു പിങ്ക് കളർ ബ്രഷ് വാങ്ങി. ഓക്കെ, ഇനി ഇന്റേത് ഒരു പിങ്ക് കളർ നെയിൽ പോളിഷ് ആണ്. ഞാൻ എടുക്കണം വിചാരിച്ചു. പിന്നെ നല്ല ഗ്ലിറ്ററി 70 രൂപ കേട്ടോ ഇതിന്. നല്ല വാങ്ങിയിട്ട് കാണാൻ. ഓക്കെ, പിങ്ക് കളർ ഗ്ലിറ്റർ തന്നെ ഞാൻ എടുത്തു. തീർന്നില്ലേ? പിങ്ക് കളർ ബിസ്ക്കറ്റ്. ഇന്റേത് പിങ്ക് കളർ പിമ്പിൾ പാച്ച് ആണ് ഗൈസ്. ഓക്കെ, പിങ്ക് കളർ ഫ്ലവർ. പിങ്ക് കളർ മറ്റേത് റോൾസ്. ഇന്റേത് കഴിയാറായിരിക്കുന്നു. ഇത് പിങ്ക് കളറിലുള്ള നെയിൽ പോളിഷ് റിമൂവർ ആണ് കേട്ടോ. ഇവര് ഇനി എന്തൊക്കെ തപ്പുണ്ട്. ഇന്റെ ഒറ്റൊന്നും കൂടി ഉണ്ട് ഇനി. ഇപ്രാവശ്യം ശ്രീ കൊണ്ടുപോയി അതിന് 110 ഉറുപ്പിക ഇരുന്നേന്. ഞാനത് നോക്കിട്ട് അവിടെ വെച്ചു. ഞാൻ വെച്ച് ഇതിനൊക്കെ എന്തിനാ 110 രൂപ? അങ്ങനെ കണക്ക് ഇവിടെ തെറ്റിപ്പോയോ? ഇല്ല സത്യമായിട്ട് തെറ്റിപ്പോയില്ല. ഞാൻ ഇവിടെ കാൽക്കുലേറ്ററോ ടൈമറോ ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനിതാ പിങ്ക് കളർ ബുക്കൊക്കെ പൊതിയുന്ന ആ ഒരു പേപ്പർ ഇല്ലേ, അത്. ഏറ്റവും അവസാനത്തെ എന്റെ ആയുധം മുടിയിലിടുന്ന മറ്റേ റിബുകൾ ഇട്ടോ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതാ, മൊത്തം കഴിഞ്ഞു. ബാക്കി ഞാൻ മുറിച്ച സാധനമൊക്കെ വാങ്ങിയിരുന്നു. പേടിയാണ്, ഇനി കണക്കൊക്കെ തെറ്റിപ്പോയോ? പിങ്ക് കളർ മണ്ണ്, പിങ്ക് കളർ പെന്റ്, പെണ്ണിന്റെ അടുത്ത് ഒരു പെണ്ണുണ്ടായിരുന്നു. പക്ഷെ എന്റെ സാധനം വേറെ. പിങ്ക് കളർ ഹാപ്പി ബർത്ത്ഡേ. അടുത്ത ബർത്ത്ഡേക്ക് യൂസ് ചെയ്യാം. എന്നോട് സഫർ ശ്രീജേച്ചി ഇവിടുന്ന് കൊറേ എടുത്തിട്ടാ പോയത്. ഓക്കെ, കഴിഞ്ഞില്ല. പിങ്ക് കളർ 4. പിങ്ക് കളർ കുഞ്ഞ ആൽബം ഫോട്ടോ വെക്കുന്ന സംഭവം ഇത് കണ്ടോ? ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫോട്ടോ ഇങ്ങനെ വെക്കാം. അത് ക്യൂട്ടായിട്ട് വെറൈറ്റി സാധനം. അതെ, അതെനിക്ക് അവിടുത്തെ സ്റ്റാഫ് കഴിഞ്ഞില്ല. ഏതായാലും വിജയിച്ചല്ലോ. പിങ്ക് കളർ ഷാർപ്നർ. ഇത് സാധാ എന്താ ക്ലാസിക് ഷാർപ്നർ. പിങ്ക് കളർ ബണ്ണ്. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ 1-2 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ തെറ്റിന് അഥവാ ഞാൻ തിരിച്ചല്ലോ. ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അപ്പൊ നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 എനിക്ക് ഭയങ്കര ഇഷ്ടം. 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 31 32 33 34 35 കമ്പനിക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 36 ജയം വന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇത് കൂട്ടിയോ 16 17 18 19 20 21 22 23 24 25 26 27 28 29 ഇനി അടുത്ത എന്റേതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31
കണ്ടിട്ട് നല്ലോണം അറിയാം. ഇങ്ങനെ അങ്ങോട്ടും കൂടി ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഇപ്രാവശ്യം എല്ലാവർക്കും ഉള്ളത്. പിന്നെ കമ്പനിക്ക് കുറച്ച് സാധനങ്ങൾ പോയി കമ്പനിക്ക് ആ കാണുന്ന സാധനം മൊത്തം കമ്പനിക്ക് പോയി. പിന്നെ നമുക്ക് കിട്ടിയില്ലല്ലേ സല്ലു, വേണ്ട വേറെ സാധനങ്ങളൊന്നും കിട്ടില്ല. വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലേക്ക് പോയി. അപ്പൊ guys, ഈ ചാലഞ്ചിൽ വിന്നർ ആയിരിക്കുന്നത് ശ്രീയാണ്. ടോട്ടൽ നിങ്ങൾ 100 എണ്ണത്തിനടുത്ത് എടുത്ത് പിങ്കില്. പിങ്ക് സാധനങ്ങൾ 100 എണ്ണത്തിന് വീതം ഒരുപാട് നിങ്ങൾ ഇത്ര പൈസ ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി. അതെ നമ്മളെത്ര ടാക്ടിക്കൽ ആയിട്ട് ഈ വേണം പൈസ പോയി തിരിച്ച് അങ്ങോട്ടും കൊടുക്കാൻ വേണം 300 രൂപ. അങ്ങോട്ട് തരാണ്ട്. ടോട്ടൽ ഇതന്നെ 97 സാധനം ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒഴിവായതടക്കം 100 എണ്ണത്തിനടുത്ത് എടുത്തു. ഇനി അടുത്ത ഏത് കളറാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഏറ്റവും ലൈക്ക് വരുന്ന കമന്റിന് നമ്മൾ ആ കളർ ചെയ്യുന്നത് കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നിറയെ പിങ്ക് കളർ സാധനങ്ങൾ. ഞാൻ പിങ്ക് ചെരുപ്പൊക്കെ ഉണ്ടാക്കി വീട്ടിലാണ്. ഞാൻ അളവ് വരെ നോക്കി ഞാൻ കാലിലിട്ടു. നല്ല ക്യൂട്ടായില്ലേ കാണാൻ? എനിക്ക് ഇഷ്ടമായി. ഇതെ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് ഓരോന്നോരോന്ന് വേണമെങ്കിൽ ഓരോന്നോരോന്ന് വീതം വേണമെങ്കിൽ എടുത്തു കൊണ്ടുപോവാം. കമ്മലൊക്കെ ഇടാം, മാല ഇടാം. നല്ല സാധനം ഇത്. ഇതില് പുതിയ പൂ ചെടി വരുന്നതായിരിക്കും. വീട് മൊത്തം പിങ്ക്. അതെ ഇന്ന് ഫുള്ള് പിങ്ക്. ഇത് ആ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ട് ഓടി നമ്മളെ അടിക്കും. അല്ല എല്ലാരും ഈ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ, കാര്യം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നവരൊക്കെ ഉണ്ട്. പിങ്ക് മാത്രം വാങ്ങുമ്പോ എല്ലാരും കാർട്ടിലേക്ക് പിന്നെ ഇന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന എല്ലാവരുടെ അടുത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചാലഞ്ചിന് വേണ്ടി ഇവിടെ 20 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മൊത്തം ഞങ്ങൾ ഓടിയത്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതൊരു ശ്രീലക്ഷ്മി, സഞ്ജിത.